ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ വർഷം ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്ത ലാസറസ് എന്ന് പറഞ്ഞൊരു മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ്. ആക്ച്വലി മാനസിക വികാരങ്ങളും ഗ്രഹിക്കാത്ത അനുഭവങ്ങളും സസ്പെൻസും കൂടിച്ചേർന്ന ഒരു മിസ്റ്ററാണ് ഈ സീരീസ്. കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല, നമ്മൾക്ക് കഥയിലേക്ക് പോകാം. വർഷം 1998. എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ നമ്മളുടെ കഥാനായകനായ ജോയൽ ലസാരിയസ് അവന്റെ ട്വിൻ സിസ്റ്ററായ സട്ടനെയും വിളിച്ചിട്ട് അവന്റെ വീട്ടിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. ആ സമയം സട്ടന്റെ റൂമിൽ നിന്ന് ആരോ ഒരാൾ ഓടി പുറത്തേക്ക് വന്ന് ജോയലിനെ തള്ളിയിടും. എന്നാൽ ജോയലിന് അതാരാണെന്ന് മനസ്സിലാക്കില്ല. ജോയൽ മുറിയിൽ പോയി നോക്കുമ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന അവന്റെ സിസ്റ്ററായ സട്ടനെയാണ്. അത് കണ്ട് ജോയൽ വെപ്രാളത്തിൽ പേടിച്ച് അവന്റെ അച്ഛന്റെ ഓഫീസിൽ ഓടിപ്പോയിട്ട് അച്ഛനായ ജൊനാഥനോട് സട്ടൻ മരിച്ച കാര്യം പറയും. ജൊനാഥൻ ഒരു സൈക്യാട്രിസ്റ്റ് ആണ്. സംഭവം അറിഞ്ഞ് ജൊനാഥന് അത് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു. ആ സീൻ അവിടെ കട്ടാകും. പിന്നീട് 25 വർഷത്തിന് ശേഷം പ്രസന്റിലുള്ള ജോയലിനെയാണ് കാണിക്കുന്നത്. അവൻ ഇപ്പോൾ ഒരു ഫോറൻസിക് സൈക്യാട്രിസ്റ്റ് ആണ്. സട്ടന്റെ പെട്ടെന്നുള്ള മരണവും അതിനൊപ്പമുള്ള ട്രോമയും ഇതുവരെയായിട്ട് അവന് മാറിയിട്ടില്ല. സട്ടൻ മരിച്ചിട്ട് 25 വർഷമായിട്ടും ആരാ കൊലയാളി എന്ന് പോലീസിന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് ജോയലിന്റെ ഹോസ്പിറ്റലിലെ ഒരു സ്റ്റാഫ് വന്നിട്ട് അടുത്ത പേഷ്യന്റ് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയും. അതേസമയം അവന്റെ അച്ഛനായ ജൊനാഥൻ അവനെ ഫോണിൽ വിളിക്കും. പക്ഷേ അവൻ ആ കോള് കട്ട് ചെയ്യും. പിന്നീട് അവനെ വെയിറ്റ് ചെയ്ത ആ പേഷ്യന്റായ ആർലോയുടെ അടുത്ത് പോകും. ആർലോ ഒരു സീരിയൽ കില്ലറാണ്. അതുകൂടാതെ സ്ത്രീകളെ റേപ്പ് ചെയ്യുക, ഉപദ്രവിക്കുക, അങ്ങനെ പല കുറ്റങ്ങളും അവൻ ചെയ്തിട്ടുണ്ട്. ആർലോ ജോയലിനോട് എന്നെ ഇവിടെ നിന്ന് പുറത്തിറക്കി എന്ന് പറയും. അപ്പോൾ ജോയൽ, എന്നെ കൊണ്ട് അത് സാധിക്കില്ല. ഞാൻ ശരിക്കും ഇവിടത്തേക്ക് വന്നത് നിന്റെ ഫീലിങ്സും തോട്ട്സും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്ത് തോട്ടിനെ പറ്റി ഈ പറയുന്നേ? അതുപോട്ടെ, ഞാൻ ദൈവത്തോട് നിന്നെപ്പറ്റി സംസാരിക്കാറുണ്ട് എപ്പോഴും. അപ്പോൾ ജോയൽ ഒരു ക്യൂരിയോസിറ്റി എന്നെപ്പറ്റി എന്താണ് സംസാരിക്കാറ് എന്ന് ചോദിക്കും. ഞാൻ ദൈവത്തോട് ചോദിച്ചത് നിന്നെ വിശ്വസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നാണ്. അപ്പോൾ ദൈവം എന്നോട് നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഞാൻ ദൈവത്തോട് നിന്നെ ശിക്ഷിക്കാൻ പറഞ്ഞു. നിനക്കറിയാമോ എന്നിട്ട് എന്നോട് ദൈവം എന്താ പറഞ്ഞതെന്ന്? ദൈവം പറഞ്ഞു എനിക്ക് വേണ്ടി ദൈവം അത് ചെയ്യുമെന്ന്. പക്ഷേ ജോയലിന് ഇതൊക്കെ കേട്ടിട്ട് ഇയാൾ എന്തൊക്കെയായി പറയുന്നതെന്ന് മനസ്സിലാകില്ല. ആ സീൻ അവിടെ കട്ടാകും. കുറച്ചു നേരം കഴിഞ്ഞ് ജോയലിന്റെ ചേച്ചിയായ ജെന്നയുടെ കോൾ വരും. ജെന്ന അവനോട് അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കും. അപ്പോൾ ജോയൽ, അച്ഛൻ എന്നെ കുറച്ചു നേരം മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഞാൻ കോൾ കട്ട് ചെയ്തെന്ന് പറയും. അന്നേരം ജെന്ന അച്ഛൻ സൂയിസൈഡ് ചെയ്ത് മരിച്ചെന്ന കാര്യം പറയും. അത് കേട്ട് ജോയൽ ഞെട്ടും. കുറച്ചു നേരം മുമ്പ് ആർലോ ജോയലിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൈവത്തോട് പറഞ്ഞത് ജോയലിന് ഓർമ്മ വരും. അങ്ങനെ ജോയൽ ആർലോ ജോയലിനെയും ഒരു നോട്ടം നോക്കും. അതിനുശേഷം അച്ഛന്റെ മരണം അറിഞ്ഞ ജോയൽ നേരെ അവന്റെ വീട്ടിലേക്ക് പോകും. അല്ലെങ്കിൽ തന്നെ സട്ടൻ മരിച്ച ട്രോമ ഇപ്പോഴും ജോയലിനെ വിട്ടു മാറിയിട്ടില്ല. അതിന്റെ കൂടെ ഇതാ ഇപ്പോൾ അവന്റെ അച്ഛനും പോയി. ആകെ കൂടി അവൻ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ജോയൽ അവന്റെ വീട്ടിലേക്ക് എത്തും. അവിടെ ജെന്ന മാത്രമായിരിക്കും ഉണ്ടാകുക. ജെന്ന ഒരു സ്പിരിച്വൽ കൗൺസിലർ ആണ്. അവൾ ഈ സ്പിരിച്വാലിറ്റിയിലും അതുപോലെയുള്ള കാര്യങ്ങളിലും ഒക്കെയാണ് വിശ്വസിക്കുന്നത്. ജോയൽ ജെന്നയോട് എനിക്ക് ഇപ്പോഴും എത്ര ആലോചിച്ചിട്ടും അച്ഛൻ എന്തിനാണ് ഇത് ചെയ്തതെന്ന് മനസ്സിലാകുന്നില്ല എന്ന് പറയും. അന്നേരം ജെന്ന ജൊനാഥൻ എഴുതിയ സൂയിസൈഡ് നോട്ട് ജോയലിന് കൊടുക്കും. അപ്പോൾ അതിൽ ഇറ്റ്സ് നോട്ട് ഓവർ എന്ന സെന്റൻസും കൂടാതെ 3 ലെഗ് ടേബിളിന്റെ ഡ്രോയിങ്ങും ഉണ്ടാകും. ജെന്ന പറയും ഇതിന്റെ ഒറിജിനൽ പോലീസുകാർ കൊണ്ടുപോയി. അതിന്റെ ഫോട്ടോ കോപ്പിയാണ് ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ളത്. ആ സൂയിസൈഡ് നോട്ടിൽ കണ്ട സിംബലിന്റെ അർത്ഥം എന്താണെന്ന് ജോയൽ ജെന്നയോട് ചോദിക്കും. അപ്പോൾ ജെന്ന എനിക്കറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് സട്ടന്റെ ഫോട്ടോ അടങ്ങിയ ഒരു പേപ്പർ കട്ടിങ് കൊടുക്കും. എന്നിട്ട് വീണ്ടും പറയും ഇത് അച്ഛൻ മരിക്കുന്ന സമയത്ത് അച്ഛന്റെ ഓഫീസിലെ ഡെസ്കിൽ നിന്ന് കിട്ടിയതാണ്. ആ സീൻ അവിടെ കട്ടാകും. ശേഷം ജോയൽ അവന്റെ റൂമിലേക്ക് പോകുമ്പോൾ സട്ടന്റെ റൂം കണ്ട അവന് സട്ടൻ മരിച്ച കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നായി ഓർമ്മ വരാൻ തുടങ്ങും. അങ്ങനെ അവൻ അവന്റെ റൂമിലേക്ക് പോകും. അപ്പോൾ ജോയൽ അവിടെ കുറച്ച് കാസറ്റ്സ് കാണും. അവൻ അതും പ്ലേ ചെയ്ത് അവിടെ കിടക്കും. അതേസമയം ജോയലിന്റെ ബെസ്റ്റ് ഫ്രണ്ടും അവരുടെ ഫാമിലി ഫ്രണ്ടുമായ പോലീസ് ഓഫീസർ സെത്ത്, നീ ഫ്രീ ആണോ? എന്റെ വർക്ക് ഏകദേശം തീരാറായി, നമ്മൾക്കൊന്ന് മീറ്റ് ചെയ്താലോ എന്ന് പറഞ്ഞ് ജോയലിന് മെസ്സേജ് അയക്കും. അങ്ങനെ ജോയൽ സെത്തിനെ മീറ്റ് ചെയ്യാൻ പോകും. കുറെ വർഷത്തിന് ശേഷം കാണുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടായിരുന്നു. ശേഷം അവർ ജോയലിന്റെ എക്സ് വൈഫായ ബെല്ല വർക്ക് ചെയ്യുന്ന ബാറിലേക്ക് പോകും. അവിടെ എത്തി അവർ ഓരോന്നും സംസാരിക്കുമ്പോൾ ബെല്ലയെ ജോയൽ കാണുകയും അവളുടെ അടുത്തേക്ക് സംസാരിക്കാൻ പോകുകയും ചെയ്യും. ജോയലിനെ കണ്ട ബെല്ല, സൈക്കോളജിസ്റ്റ് വന്നോ എന്ന് ചോദിക്കും. സൈക്കോളജിസ്റ്റ് അല്ല, സൈക്യാട്രിസ്റ്റ് ആണ്. ആക്ച്വലി എന്റെ അച്ഛൻ മരിച്ചു, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നാട്ടിലേക്ക് വന്നത്. അപ്പോഴായിരിക്കും ബെല്ല ജൊനാഥൻ മരിച്ച കാര്യം അറിയുക.
ആ സീൻ അവിടെ കട്ടാകും. ബാറിൽ വെച്ച് ജോയൽ സെത്തിനോട് ജൊനാഥന്റെ ടേബിളിൽ നിന്ന് കിട്ടിയ സട്ടന്റെ ഫോട്ടോയുള്ള പേപ്പർ കാണിച്ചിട്ട് പറയും, അച്ഛൻ മരിക്കുന്ന സമയത്ത് സട്ടനെ പറ്റി ആലോചിച്ചിട്ടുണ്ടായിരിക്കണം. സത്യം പറഞ്ഞാൽ സട്ടന്റെ മരണം അച്ഛനെ ആകെ തളർത്തിയിരുന്നു. അച്ഛൻ ഇതുവരെ ഞങ്ങളോട് തുറന്ന് പറഞ്ഞില്ലെങ്കിൽ പോലും എനിക്കും ജെന്നയ്ക്കും അറിയാം ഞങ്ങളുടെ കൂട്ടത്തിൽ അച്ഛന്റെ ഏറ്റവും ഫേവറേറ്റ് സട്ടനാണെന്നുള്ള കാര്യം. ആ സീൻ അവിടെ കട്ടാകും. അതിനുശേഷം ജോയൽ ജൊനാഥന്റെ ഓഫീസിലേക്ക് പോകും. അന്നേരം ജോയലിന് സട്ടൻ മരിച്ച ദിവസം ജോയൽ ജൊനാഥനെ കാണാൻ വേണ്ടിയിട്ട് ഇവിടത്തേക്ക് വെപ്രാളത്തിലോടി വന്നതും തുടർന്നുണ്ടായ സംഭവങ്ങളും ഒക്കെ ഓർമ്മയിൽ അലയടിക്കും. ജോയൽ കയ്യിൽ ഒരു ഡ്രിങ്കും എടുത്ത് അത് കുടിച്ചുകൊണ്ട് അവിടെ ഉറങ്ങിപ്പോകും. അതേസമയം ജൊനാഥന്റെ ഒരു പേഷ്യന്റായ കെസാൻഡ്ര വന്നിട്ട് ജോയലിനോട് ജൊനാഥനാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട്, സോറി ഞാൻ ലേറ്റ് ആയി പോയി, ഞാൻ എപ്പോഴും വിചാരിക്കും നേരത്തെ ഇവിടെ വരണമെന്ന്, പക്ഷെ എന്ത് ചെയ്യാനാ എപ്പോഴും ലേറ്റ് ആകും. അങ്ങനെ എന്തൊക്കെയോ പറയുന്നുണ്ടാകും. അത് കേട്ട് ജോയൽ ഞാൻ ജൊനാഥനല്ല അവരുടെ മകനാണെന്ന് പറയും. എന്നാൽ കെസാൻഡ്ര അതൊന്നും കേട്ടെന്ന് വകവെക്കാതെ ടെൻഷൻ അടിച്ചുകൊണ്ട് എനിക്ക് ആ തോട്ട് വീണ്ടും മൈൻഡിൽ വരുന്നുണ്ടെന്ന് പറയും. അപ്പോൾ ജോയൽ എന്ത് തോട്ടാണെന്ന് ചോദിക്കും. എന്റെ ബോയ് ഫ്രണ്ട് നീലില്ലേ, അവനെ ഞാൻ കൊല്ലുന്നതും അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ഇമോഷണലസ് ആയിട്ട് ഇരിക്കുന്നതും അങ്ങനെ എന്തൊക്കെയോ. അപ്പോൾ ജോയൽ നീ ശരിക്കും അവനെ കൊന്നോ അതോ ഇതൊക്കെ നിന്റെ വെറും ചിന്തകൾ മാത്രമാണോ എന്ന് ചോദിക്കും. അപ്പോൾ കെസാൻഡ്ര ഇല്ല, ഞാൻ അവനെ കൊന്നിട്ടില്ല, അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്ന് പറയും. പക്ഷെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് എന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്. അത് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ അവനെയും ഞാൻ ഈ പറഞ്ഞതുപോലെ കൊന്നിട്ട് എനിക്കിങ്ങനെ ഇമോഷണലസ് ആയിട്ട് ഇരിക്കാൻ തോന്നുകയാണ്. അപ്പോൾ ജോയൽ ചിലപ്പോൾ നീലിനോടുള്ള ദേഷ്യം കൊണ്ടായിരിക്കാം നിനക്ക് മറ്റേയാളോടും ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നതെന്ന് പറയും. അതേസമയം കെസാൻഡ്ര അവിടെയുള്ള ഡ്രിങ്ക് കണ്ടിട്ട് ഞാൻ അതൊന്ന് എടുത്ത് കുടിച്ചോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ ജോയൽ പിന്നെ എന്താ കുടിച്ചോ എന്ന് പറയും. കെസാൻഡ്ര അത് കുടിച്ചുകൊണ്ട് ഒരു സത്യം പറയും. ഞാൻ എന്നെ ഫോളോ ചെയ്ത് അയാളെ കൊന്നു, പക്ഷെ എന്താണെന്നറിയില്ല, എനിക്ക് അയാളെ കൊന്നിട്ടൊരു ഫീലിങ്സും തോന്നുന്നില്ല. അത് കേട്ട് ജോയൽ ചെറുതായിട്ടൊന്ന് പേടിക്കും. ജോയൽ കെസാൻഡ്രയോട് നിന്റെ ഡ്രിങ്ക് ഏകദേശം കുടിച്ച് തീരാറായല്ലോ, ഞാൻ അതിൽ എഗെയിൻ ഒഴിച്ചു തരാമെന്ന് പറഞ്ഞ് അവൻ ഡ്രിങ്ക് എടുക്കാൻ പോകും. എന്നാൽ തിരിച്ചു വരുമ്പോൾ അവിടെ കെസാൻഡ്രയെ കാണില്ല. ജോയൽ ഷടാ ഇവളിതെവിടെ പോയി എന്ന് വിചാരിക്കും. ആ സീൻ അവിടെ കട്ടാകും. പിറ്റേ ദിവസം ജോയൽ ജൊനാഥന്റെ ഓഫീസിൽ പോയതും കെസാൻഡ്രയെ കണ്ടതും പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളും ഒക്കെ ആലോചിച്ചിരിക്കുമ്പോൾ ജെന്ന വന്നിട്ട് അവനോട് നീ ഇന്നലെ രാത്രി എവിടെയാ പോയതെന്ന് ചോദിക്കും. ജോയൽ പറയും ഞാൻ ഇന്നലെ ബെല്ലയുടെ ബാറിൽ പോയിട്ടുണ്ടായിരുന്നു, അവിടെ വെച്ച് ഞാൻ അവളെ കണ്ടിട്ടുണ്ടായിരുന്നു. അല്ല, അവൾ ഇപ്പോൾ പുതിയ ഹസ്ബൻഡായ പോളിന്റെ കൂടെ തന്നെയാണോ? അപ്പോൾ ജെന്ന ആ ബെല്ല ഇപ്പോഴും പോളിന്റെ കൂടെ തന്നെയാണെന്ന് പറയും. ജോയൽ പറയും പോൾ ആളൊരു ബോറിംഗ് ടൈപ്പാണ്, ബെല്ലയാകട്ടെ നല്ല ഫണ്ണി ക്യാരക്ടറും, എനിക്ക് തോന്നുന്നില്ല അവൾക്ക് പറ്റിയ ആളാണ് പോളെന്ന്. അപ്പോൾ ജെന്ന പറയും പോൾ എങ്ങനെയോ ആയിരിക്കട്ടെ, നിന്റെ കൂടെ ജീവിച്ചിരുന്നതിനേക്കാൾ നന്നായിട്ട് അവളിപ്പോൾ പോളിന്റെ കൂടെ ജീവിക്കുന്നുണ്ട്. അന്നേരം ജോയൽ തിരിച്ചു മറുപടിയായിട്ട് പറയും പക്വതയില്ലാത്ത പ്രായത്തിലായിരുന്നു എന്റെയും ബെല്ലയുടെയും കല്യാണം നടന്നത്, അതുകൊണ്ട് തന്നെ അതിന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. നേരെ മറിച്ച് ഇപ്പോഴാണ് ഞങ്ങളുടെ കല്യാണം നടന്നതെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇപ്പോഴും ഒരുമിച്ച് ഉണ്ടായിരുന്നേനെ. ആ പിന്നെ എനിക്ക് മാർഗോട്ടിനെ ഒന്ന് കാണണമായിരുന്നു, അവരോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഈ മാർഗോട്ട് ജൊനാഥന്റെ കീഴിൽ അസിസ്റ്റന്റ് ആയിട്ട് വളരെ അധിക കാലം വർക്ക് ചെയ്ത സ്റ്റാഫാണ്. ജെന്ന പറയും മാർഗോട്ടാണ് ആദ്യം അച്ഛനെ മരിച്ച നിലയിൽ കണ്ടത്, ആ സംഭവം അവരെ വല്ലാതെ തളർത്തിയിരുന്നു. നീ അവരെ കാണുകയാണെങ്കിൽ അവരോട് അച്ഛനെ പറ്റി അധികം ചോദിക്കാൻ നിൽക്കേണ്ട, അവർക്കത് വിഷമമാകും. അങ്ങനെ അന്ന് ജോയൽ കസാൻഡ്രയെ പറ്റി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് മാർഗോട്ടിനെ കാണാൻ വേണ്ടി ജൊനാഥന്റെ ഓഫീസിലേക്ക് പോകും. ആ സമയം ജോയലിനെ ഒരു ചെറുക്കൻ നോക്കി നിൽക്കുന്നുണ്ടാകും. അത് വേറെ ആരുമല്ല, ബെല്ലയുടെയും പോളിന്റെയും മകനായ എയ്ഡനാണ്. മാർഗോട്ട് ജോയലിനോട് കസാൻഡ്ര എന്നല്ലേ നീ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്നോട്, അവളുടെ ലാസ്റ്റ് നെയിമും കൂടി ഒന്ന് പറയാമോ? അപ്പോൾ ജോയൽ എനിക്കതറിയില്ല എന്ന് പറയും. മാർഗോട്ട് പറയും ഓ അങ്ങനെയാണെങ്കിൽ എനിക്ക് കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഞങ്ങൾ കൂടുതലും പേഷ്യൻസിന്റെ ഫയൽസ് കീപ്പ് ചെയ്യുന്നത് അവരുടെ ലാസ്റ്റ് നെയിം വെച്ചാണ്. അപ്പോൾ ജോയൽ നിങ്ങളുടെ പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് ഒക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ഡിജിറ്റൽ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലേ എന്ന് ചോദിക്കും. ഇല്ല, നിന്റെ അച്ഛന് അതിനേക്കാൾ താല്പര്യം പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എല്ലാം പേപ്പർ ഫയലിലാക്കി സൂക്ഷിക്കുന്നതാണ്. പിന്നെ ചില നേരത്തെ അദ്ദേഹം പേഷ്യൻസിന്റെ കൂടെയുള്ള സെഷൻസ് റെക്കോർഡ് ചെയ്ത് വെക്കുമായിരുന്നു, പിന്നീട് അദ്ദേഹത്തിന് കേൾക്കാൻ വേണ്ടിയിട്ട്. അതും പറഞ്ഞ് മാർഗോട്ട് അവിടുന്ന് പോകും. മാർഗോട്ട് അവിടുന്ന് പോയതിനു ശേഷം ജോയൽ കസാൻഡ്രയുടെ ഫയൽ തിരയും. അന്നേരം അവന് കസാൻഡ്രയുടെ ഡീറ്റെയിൽസ് കിട്ടും. അതിൽ 1999 ജൊനാഥന്റെ കൂടെയുള്ള കസാൻഡ്രയുടെ ലാസ്റ്റ് സെഷൻ ഉണ്ടായതെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. അങ്ങനെ ജോയൽ ആ ഫയലിൽ നിന്ന് കസാൻഡ്രയുടെ അഡ്രസ്സ് നോക്കിയിട്ട് നേരെ അവളുടെ വീട്ടിൽ പോയിട്ട് അവിടെയുള്ള ഒരാളോട് കസാൻഡ്രയെ പറ്റി അന്വേഷിക്കും.
അന്വേഷിക്കും. അപ്പോൾ അയാൾ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? നിങ്ങൾ വിവരമൊന്നും അറിഞ്ഞില്ലേ? കസാൻഡ്ര 20 വർഷം മുമ്പേ മരിച്ചു. ആരോ അവളെ കൊന്നതാണ്. അത് കേട്ട് ജോയൽ ഞെട്ടിപ്പോകും. ജോയൽ പറയും, അവൾ എൻ്റെ അച്ഛൻ്റെ പേഷ്യൻ്റ് ആയിരുന്നു. ഇന്നലെ രാത്രി അവൾ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവൾ. എനിക്ക് തോന്നുന്നില്ല, ചിലപ്പോൾ നിങ്ങൾ വേറെ ആരോടെങ്കിലും ആയിരിക്കും ഇന്നലെ സംസാരിച്ചത്. ഈ വീട് ചെറിയ പൈസക്ക് കിട്ടിയത് കൊണ്ട് ഞാനും എൻ്റെ വൈഫും ഇങ്ങോട്ട് സ്ഥലം മാറിയതാണ്. ഞങ്ങൾ ഈ വീട്ടിൽ മാറിയ സമയത്ത് കസാൻഡ്രയുടേതെന്ന് പറയാൻ അവളുടെ കുറച്ച് സാധനങ്ങൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ജോയൽ അവിടുന്ന് നേരെ വണ്ടിയിലേക്ക് കയറിയിട്ട് കസാൻഡ്രയുടെ മരണത്തെ പറ്റി ഗൂഗിൾ ചെയ്ത് നോക്കും. അപ്പോൾ അതിൽ അവളെ ആരോ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയതാണെന്നും കൊലപാതകിയെ ഇതുവരെ കണ്ടുപിടിച്ചില്ല എന്നൊക്കെ ഉണ്ടാകും. ജോയൽ നേരെ മാർഗോട്ടിനെ വിളിച്ചിട്ട് കസാൻഡ്രയെ ആരോ കഴുത്ത് ഞെരിച്ച് കൊന്ന കാര്യം പറയും. അപ്പോൾ മാർഗോട്ട്, നീ എന്തൊക്കെയാ പറയുന്നേ? എനിക്കൊന്നും കേൾക്കുന്നില്ല, സിഗ്നൽ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യും. അതേസമയം സെത്ത് വിളിച്ചിട്ട് ജോയലിനോട് ജൊനാഥന്റെ ബോഡി ഹോസ്പിറ്റലിൽ നിന്ന് മരണാനന്തര ചടങ്ങിന് വേണ്ടി വിട്ടു തന്നിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ അതിനുശേഷം എല്ലാവരും ജൊനാഥന്റെ ശരീരം അടക്കം ചെയ്യും. ജോയൽ സെത്തിനോട് താൻ അച്ഛന്റെ പേഷ്യൻസിന്റെ ഫയൽ എടുത്ത് നോക്കുന്ന സമയത്ത് കസാൻഡ്ര എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ഫയൽ തനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നും കസാൻഡ്രയെ ആരോ കൊലപ്പെടുത്തിയതാണെന്നും സട്ടന്റെ കേസും കസാൻഡ്രയുടെ കേസും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുണ്ടെന്നും അതുകൊണ്ട് തനിക്ക് വേണ്ടി കസാൻഡ്രയുടെ കേസ് ഒന്ന് അന്വേഷിക്കണമെന്നും പറയും. ആ സമയം സെത്തിന്റെ സീനിയർ ഓഫീസറും ജൊനാഥന്റെ ബെസ്റ്റ് ഫ്രണ്ടുമായ ആലിസൺ അവിടെ വരും. ജോയൽ ആലിസനോട്, എന്റെ അച്ഛന്റെ സൂയിസൈഡ് നോട്ട് നിങ്ങളുടെ കയ്യിലില്ലേ? അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ എന്ന് ചോദിക്കും. എനിക്കത് നോക്കിയിട്ടൊന്നും മനസ്സിലാകുന്നില്ല. സത്യം പറഞ്ഞാൽ അതിൽ എഴുതിയിരിക്കുന്നതൊക്കെ കൺഫ്യൂസ്ഡ് ആണ്. അങ്ങനെ ജോയൽ അന്ന് രാത്രി റോഡിലൂടെ പോകുന്ന വഴിക്ക് ജോയൽ ഒരു വീട് കാണും. അപ്പോൾ അവൻ എന്തൊക്കെയോ ഓർമ്മ വരും. അത് സാം ഓൾസൺ എന്ന് പറയുന്ന ആളുടെ വീടാണ്. സട്ടൻ മരിച്ച സമയത്ത് അവളെ കൊന്നത് സാം ആണെന്ന് പറഞ്ഞിട്ട് അവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാസ്റ്റിൽ നടന്ന ആ കാര്യങ്ങളൊക്കെ ജോയൽ അവിടുന്ന് കാണും. പിറ്റേ ദിവസം ജോയൽ ജെന്നിയോട് ഇന്നലെ സാമിന്റെ വീടിന്റെ അടുത്ത് പോയ കാര്യം പറയും. ജെന്ന പറയും, സാം ആണ് സട്ടന്റെ മരണത്തിന് പിന്നിലെന്ന് തെളിയിക്കാൻ ഒരു പ്രൂഫും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസ് അവനെ വിട്ടയച്ചു. നമ്മളുടെ അച്ഛൻ പോലും അവനാ കൊലപാതകം ചെയ്യുമെന്ന് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ജോയൽ പെട്ടെന്ന് കസാൻഡ്രയെ ഉദ്ദേശിച്ചുകൊണ്ട് ജെന്നിയോട്, ഈ മരിച്ചയാളെ നമ്മൾക്ക് നേരിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിക്കും. അന്നേരം ജെന്ന, ജോയൽ ഇപ്പോഴും അച്ഛന്റെ വേർപാടുമായിട്ട് പൊരുത്തപ്പെടാത്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് വിചാരിച്ചുകൊണ്ട് അവനോട് പറയും, എനിക്കിപ്പോഴും അച്ഛൻ ഞങ്ങളെ വിട്ടുപോയെന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ വരുന്നത്. അതുപോട്ടെ, നീ എന്തേ ചോദിച്ചത്? അപ്പോൾ ഇനി ഇവളോട് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ജോയൽ, അതൊന്നുമില്ല, വിട്ടേക്കെന്ന് പറയും. അന്ന് രാത്രി ജോയൽ അവന്റെ റൂമിൽ നിന്ന് പുറത്ത് നോക്കുമ്പോൾ കാണുന്നത് പുറത്ത് നിന്ന് അവനെ നോക്കുന്ന ഏഡനെയാണ്. പെട്ടെന്ന് അത് ആരാണെന്ന് മനസ്സിലാകാതെ ജോയൽ നേരെ പോയിട്ട് അവനോട്, നീ ബെല്ലയുടെ മകനാണോ എന്ന് ചോദിക്കുമ്പോൾ ഏഡൻ അതെ എന്ന് പറയും. ഏഡൻ ജോയലിനോട്, നിങ്ങൾ ഒരിക്കലും ഈ നാട്ടിലേക്ക് വരാൻ പാടില്ലായിരുന്നു എന്ന അർത്ഥത്തിൽ സംസാരിക്കും. എന്റെ അച്ഛൻ മരിച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടത്തേക്ക് വന്നതെന്ന് ജോയൽ മറുപടി പറയും. ഏഡൻ പറയും, അതെനിക്കറിയാം, നിങ്ങളുടെ അച്ഛന്റെ ഫ്യൂണറലിന് ഞാൻ എന്റെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജോയൽ ഏഡനെ നേരെ ബെല്ലയെ ഏൽപ്പിച്ച് അവിടുന്ന് പോകും. ജോയൽ പോയത് സെത്തിന്റെ അടുത്തേക്കായിരിക്കും. സെത്ത് ഒരു ഫയൽ കാണിച്ചിട്ട് ജോയലിനോട് പറയും, ഞാൻ കസാൻഡ്രയെ പറ്റി നന്നായി അന്വേഷിച്ചു. പറയാതെ വയ്യ, അവൾ ശരിക്കും പറഞ്ഞാൽ ഒരു വട്ട് കേസായിരുന്നു. ഒരേ സമയം ഒന്നിലധികം ആൾക്കാരോട് അടുപ്പവും, അതാണെങ്കിൽ അബ്യൂസീവ് ടൈപ്പും. അങ്ങനെ ആകെ മൊത്തം ആളൊരു വശപ്പശകാണ്. ഇപ്പോൾ ഇതാ അവൾ മരിക്കുകയും ചെയ്തു. പറയാൻ പറ്റില്ല, ചിലപ്പോൾ അവളുടെ കാമുകനായ നീൽ തന്നെയായിരിക്കും അവളെ കൊന്നിട്ടുണ്ടാകുക. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കസാൻഡ്ര മരിച്ചതിന് ശേഷം അവനെ പിന്നെ ആരും കണ്ടിട്ടില്ല. അപ്പോൾ ജോയൽ പറയും, എന്തുകൊണ്ടാണെന്ന് അറിയില്ല, കസാൻഡ്രയുടെ മരണവും സട്ടന്റെ മരണവും തമ്മിൽ എന്തൊക്കെയോ ബന്ധമുള്ളത് പോലെ എനിക്ക് തോന്നുന്നു. സെത്ത് പറയും, നീ വിചാരിക്കുന്നത് പോലെ ഒരു കണക്ഷനുമില്ല. കസാൻഡ്ര മരിച്ചിട്ട് ഏകദേശം 20 വർഷമായി. ആ കേസും ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ അന്ന് രാത്രി ജോയൽ നടന്നു പോകുമ്പോൾ അവനെ ആരോ ഫോളോ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. അതാരാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഫോളോ ചെയ്ത ആളുടെ പിറകെ ജോയൽ ഓടാൻ തുടങ്ങും. അയാൾ നേരെ ഓടിപ്പോയത് സട്ടന്റെ ശവകുടീരത്തിന്റെ അടുത്തായിരിക്കും. ജോയൽ അവിടേക്ക് പോയി നോക്കുമ്പോൾ ഉണ്ടാകും സട്ടന്റെ ടോം സ്റ്റോണിന് ചുറ്റും നിറയെ ഫെയറി ലൈറ്റ്സ്. അത് കണ്ട് ജോയലിന് ഇതാര് ചെയ്തു വെച്ച പണിയാണെന്ന് മനസ്സിലാകില്ല. അന്നേരമായിരിക്കും ജോയലിനെ ഫോളോ ചെയ്തത് ആരാണെന്ന് കാണിക്കുക. അത് വേറെ ആരുമല്ല, സാം ആയിരിക്കും. സട്ടന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ അതേ സാം. അതിനുശേഷം ജോയൽ നേരെ ജൊനാഥന്റെ ഓഫീസിലേക്ക് പോകും. ജോയൽ എന്നിട്ട് അവിടുന്ന് ഒരു ബുക്ക് എടുത്ത് വായിക്കാൻ നോക്കുമ്പോൾ അവിടുന്ന് ആരോ ഡോറ് തുറന്ന് അകത്തേക്ക് വരുന്ന ശബ്ദം കേൾക്കും. ജോയൽ നോക്കുമ്പോൾ അത് ജൊനാഥനായിരിക്കും.
ജൊനാഥൻ ജോയലിനോട് നീ കസാൻഡ്രയെ കണ്ടു അല്ലേ? സാരമില്ല, എന്നെയും അവളെയും പോലെ എത്രയോ കൊല്ലപ്പെട്ടവരെ നീ ഇനി കാണാൻ കിടക്കുന്നു. ഇവിടെ വെച്ച് ഈ സീരീസിന്റെ എപ്പിസോഡ് 1 കഴിയും. എപ്പിസോഡ് 2 ആയിട്ട് ഞാൻ നാളെ വരാം. അപ്പൊ ഓക്കെ, ബൈ.